ഗ്രാൻഡ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഒരു സ്കള്ളെന്ന് പറയുന്ന ഒരു ഫ്രണ്ടുമായിട്ട് കളിച്ച അടിപൊളിയായിട്ടൊരു സോളോ സ്ക്വാഡ് മാച്ചിങ് അതൊക്കെയാണ് കേസ്. ഞാനും എൻ്റെ ഫ്രണ്ടും മാത്രം ഇറങ്ങി നമ്മൾ റാൻഡമായി പ്ലേയേഴ്സിനൂടെ കളിക്കാമെന്ന് വിചാരിച്ച് ഞാനും രണ്ട് ഫ്രണ്ട്സും കൂടെ ഇറങ്ങിയതാണ് കേസ്. നോക്കിയപ്പോഴാണെങ്കിൽ നമ്മൾ അവനെ റിവ്യൂ ചെയ്യേണ്ട ഒരു ആവശ്യമായി വന്നിരിക്കുന്നു കേസ്. അവന്മാരാണെങ്കിൽ നമ്മളെ പൊക്കത്തുമില്ല, കുറേ കോയിൻസ് വെച്ചിട്ട് ചുമ്മാ കിടന്ന് നടക്കുന്നു ഓടുന്ന വെച്ചായിരുന്നു. ചുമ്മാ കോയിൻസ് വെച്ചിട്ട് നമ്മളെ പൊക്കത്തുമില്ല കേസ് അവന്മാർ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞിട്ട് അവന്മാരെ പൊക്കി കൊടുക്കല്ലടാ എന്ന് പറഞ്ഞു. പിന്നെ കുറേ നേരം അവൻ പൊക്കാതിരുന്നു. പിന്നെ ലാസ്റ്റാണ് ഈ അവന്മാരെ പൊക്കി വിട്ടത്. ഈ കുറേ കോയിൻസ് വെച്ചിട്ട് അവന്മാർ പൊക്കത്തേ ഇല്ല കേസ്. നമ്മളെ ചുമ്മാ അവന്മാരായിട്ട് ഇതാക്കുന്നു അവന്മാർ. ഇവിടെ നോക്കിയപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ ഇവിടെ ബ്ലൂ സോണാണെന്ന് കേസ്. ബ്ലൂ സോണിലാണെങ്കിൽ ഇഷ്ടം പോലെ എനിമീസ്. എനിക്കാണെങ്കിൽ അടിയും കിട്ടുന്നു ബാക്കിൽ നിന്ന്. ഏതാണ്ടോ എവിടെ നിന്ന് അടി കിട്ടിയെന്ന് അറിയത്തില്ല, പക്ഷെ നന്നായി തന്നെ എനിക്ക് നല്ല ഡാമേജ് നോക്കിയാൽ ഞാൻ പെട്ടെന്ന് ഒരു മിഡടിച്ചിട്ട് അവൻ നോക്കാമെന്ന് വിചാരിച്ച് നോക്കി. അവിടെ ഒന്നും അവനെ കണ്ടില്ല. സത്യം പറയാൻ എൻ്റെ വെറ്ററും മാഗും ഞാനൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വെറുതെ റിസ്ക് എടുക്കേണ്ട, ബാക്ക് വലിഞ്ഞാലോ എന്നാലോചിച്ച് ബാക്ക് നോക്കുമ്പോൾ വന്ന് വലിഞ്ഞിട്ടുണ്ട്. നൈസായിട്ട് ബാക്ക് വലിഞ്ഞാണ്ട് ഇവിടെ നോക്കാം. അവൻ കയറി വരികയാണെങ്കിൽ ചാരി മാഗിട്ട് കുത്തിയടിക്കുക, ഇതാണ് സ്ക്രിപ്റ്റ് ചെയ്ത് അടിക്കാനാണ് വിചാരിച്ചത്. കളഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അടിക്കാന്ന് വിചാരിച്ച് ഇവിടെ എവിടെയോ എനിമി വരുന്ന പോലെ എനിക്ക് തോന്നി. സൗണ്ടാണ് ഞാൻ ഊക്കം വിട്ടത്. മോശപോലെ അടിച്ചാറാക്കി അവനെ പിന്നെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ കില്ല എടുത്ത് ടോട്ടൽ എത്ര കില്ല എന്ന് വെച്ചാൽ 2 കില്ലെന്തോ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് പൊസിഷൻ അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട്. പൊസിഷൻ മാറാന്ന് വെച്ച് പോകുന്ന സമയത്ത് വലിയ ലൂട്ടെല്ലാം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ടീമേറ്റിന് എന്തോ സപ്പോർട്ട് വേണമെന്നുണ്ടോ നമ്മുടെ ടീമേറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മുടെ ടീമേറ്റ് അടുത്ത എനിമി എന്തോ ഉണ്ടെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് നോക്കാന്ന് വെച്ച് ഇവിടെ നിന്ന് നോക്കി. നമ്മുടെ ടീമേറ്റ് ഏതാണ്ട് ഇവിടെ നമ്മുടെ ടീമേറ്റ് പൊക്കാന്ന് വെച്ച് വന്നതാണ്. നോക്കിയപ്പോഴാണെങ്കിൽ ഇവിടെ 2 എനിമീസ്. എൻ്റെ മോനെ പെട്ടുപോയി. എൻ്റെ ആ ഗണ്ണ് മാറിപ്പോയി അവസ്ഥയായിരുന്നു നോക്കിയാൽ. അവൻ്റെ മാഗ് എൻ്റെ മാഗ് ഒന്നും പിടിച്ചിട്ട് കിട്ടിയില്ല കേസ്. അടി എയിമ് പോലും ലോക്കായില്ലായിരുന്നു. അത്രയ്ക്ക് അവസ്ഥയായിരുന്നു. കുറച്ച് ഡാമേജ് മാത്രമേ അവന് കയറുള്ളൂ. ഇപ്പം തന്നെ എൻ്റെ ടീമേറ്റ് വല്ലതും വന്ന് പൊക്കിയിരുന്നെങ്കിൽ നൈസായിട്ട് തന്നെ പൊക്കാൻ പറ്റുമായിരുന്നു. ഞാൻ പറഞ്ഞ് എൻ്റെ സ്കള്ള് മാത്രമേ ഉള്ളൂ കേസ്. സ്കള്ളെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവനും വേറൊരു ബംഗാളി മാത്രമേ ഉള്ളൂ. ഇപ്പം അവൻ സ്കള്ളിനോട്ട് പറഞ്ഞപ്പോൾ അവൻ ഉടനെ പറഞ്ഞ് അവൻ ബാക്ക് അടിച്ച് നൈസായിട്ട് തന്നെ അവൻ നമ്മളെ പൊക്കി വിടുന്നുണ്ട്. ഇതേപോലെ ടീമേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാച്ചിന് ഇതേപോലത്തെ ടീമേറ്റ് നിങ്ങൾ കട്ട സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഇതേപോലത്തെ പ്ലേയേഴ്സ് വലിയ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കാൻ ശ്രമിക്കുക. ഇതേപോലത്തെ കട്ട് തന്നിട്ട് എത്ര എഴുതി വന്നാലും ശരി അടിക്കാതെ ഫൈറ്റ് ചെയ്യാതെ നൈസായിട്ട് ബാക്ക് വഴി നമ്മൾ ടീമേറ്റിനെ പൊക്കിയിട്ട് കളിക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ഈ അവന്മാർക്ക് വേണ്ടി ഒരു ലൈക്ക് വരും. അവന്മാർക്ക് വേണ്ടി ഒരു ലൈക്ക് വരും. അങ്ങനത്തെ ഫ്രണ്ട്സ് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കുക. പിന്നെ ഇവിടെ
നൈസായിട്ട് നമ്മൾ അവൻ്റെ ലൂട്ടും കാര്യമൊക്കെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് MP40 കിട്ടി. MP40 വേറെ ലെവൽ. ഇനി ആര് വന്നാലും അടിക്കും, എവിടെ വന്നാലും അടിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ടീമേറ്റ് നോക്കിയപ്പോഴാണെങ്കിൽ ആ ചെറുക്കൻ്റെ ഗ്രുവാൾ എന്ത് ബഗ് അടിച്ച് കേസ്. അവനാണെങ്കിൽ ഗ്രുവാളിന് വെളിയിൽ ഇറങ്ങി വന്ന് നിൽക്കുന്ന കേസ്. അങ്ങനെ അവനെ അടിച്ച് നമ്മുടെ ഉട്ട്പാക്ക് ഇട്ട് നല്ല ഡാമേജ് കൊടുത്ത് നമ്മുടെ ടീമേറ്റും കാണിക്കാൻ അങ്ങ് പൊക്കിയിട്ട് പെട്ടെന്ന് മെഡ് അടിക്കാൻ അവൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ മെഡ് കാണിക്കാൻ അടിച്ചിട്ടുണ്ട്. നാനും വേണ്ടി മെഡ് കാണിക്കാൻ വെറുതെ ഒന്ന് അടിച്ചാണ്, അടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എൻ്റെ ക്യാഡ് സ്കില്ല് HP കൂട്ടി തരുന്നതാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്ത് നമ്മളെ ടീമേറ്റിൽ അങ്ങ് പൊക്കി അങ്ങ് ഇട്ടിട്ടുണ്ട് അവന്മാരെ. ഞങ്ങൾ രണ്ടുപേരാണെങ്കിൽ മാറി മാറി പൊക്കുന്ന അവന്മാരാണെങ്കിൽ നമ്മളെ പൊക്കത്ത് പോലില്ല ഈ സത്യം പറയാലോ. അവന്മാർ പൊക്കാതെ ചുമ്മാ നിന്ന് അവന്മാരെ ഒന്ന് വേഗത്തിനും കാണിച്ചുകൊണ്ടിരിക്കും. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് ഇവിടെ ലൂട്ടൊക്കെ എടുക്കാൻ അവൻ്റെ അടുത്ത് വന്നിട്ട് ലൂട്ട് എടുത്തു എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ലൂട്ടൊക്കെ എടുത്ത് നമുക്ക് ഞാൻ ഇവിടെ കുറച്ച് ഈ കേക്കിൻ്റെ ഇത് തുറക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ തുറന്ന് വാടാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടാവും. വാട വന്ന് വണ്ടി കയറുന്നു പറഞ്ഞ് എല്ലാത്തിനും അടിച്ച് പുറയ്ക്കാന്ന് പറഞ്ഞ് നമ്മളങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് നമ്മളങ്ങ് പോവുകയാണ് കേസ്. അടുത്ത് നോക്കിയപ്പോൾ ഡ്രോപ്പിൻ്റെ അടുത്തൊക്കെ എനിമീസ് കേസ്. ഡ്രോപ്പിൻ്റെ അടുത്ത് ഫുള്ള് എനിമി. നമ്മളാണെങ്കിൽ ബൂസ്റ്റിങ് ആക്കി അടിച്ച് സ്പീഡിൽ തന്നെ സോണിൻ്റെ അകത്തോട്ട് കയറാം, അല്ലെങ്കിൽ സോണിൻ്റെ വെളിയിൽ നിന്ന് നമ്മൾ ചാവുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം നല്ല ഡാമേജ് കയറുന്നുണ്ട് സോണിന് തന്നെ. അപ്പം അങ്ങനെ പാടാണ് കേസ്. ഇവിടെ പിന്നെ വന്നപ്പോഴാണെങ്കിൽ ഇവിടെ കുറേ എനിമീസിൻ്റെ ലൊക്കേഷനൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ എനിമീസിൻ്റെ. പിന്നെ ഒരു എനിമിനെ ഞാൻ സ്പോട്ട് ചെയ്ത് കേസ്. പക്ഷെ ആ സ്പോട്ട് ചെയ്ത സ്ഥലത്ത് ഞാൻ നോക്കി കുറേ സ്കോപ്പ് ചെയ്ത് നോക്കിയിട്ട് അവനെ കാണാനില്ല കേസ്. ഞാൻ പിന്നെ ഇവിടെ നോക്കാൻ കുറച്ച് വെളിയിലിറങ്ങി ഓപ്പൺ സ്വിച്ച് ചെയ്യുന്ന അടിക്കുമല്ലോ. അപ്പോൾ നമുക്കൊന്ന് വണ്ട പിടിക്കാൻ നോക്കാമെന്ന് വെച്ചാണ് ഞാൻ നോക്കിയത്. പക്ഷെ ആ ചെറുക്കാനില്ല. പിന്നെ ഈ മരത്തിനെ പിന്നെ നമ്മുടെ ടീമേറ്റിനെ പൊക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ടീമേറ്റിനെ പൊക്കാൻ പോയപ്പോഴായി നമ്മുടെ ഫ്രണ്ട് പറഞ്ഞ് വേണ്ട ഞാൻ പൊക്കിയിട്ടുണ്ട്, ഈ പൊക്കണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാക്ക് വഴി വീടിൻ്റെ ബാക്കിൽ ഞാൻ നിൽക്കുകയാണ്. ബാക്കിൽ നിന്നപ്പോഴത്തേക്ക് സോണിൻ്റെ പോകുന്ന സോറി എനിമീസ്. ഞാൻ അവനെങ്ങനെ മൂവാക്കി നിൽക്കാന്ന് വെച്ച് നോക്കുകയാണ്. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് നേരം അങ്ങനെ ഓടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണം. പിന്നെ വേണമെങ്കിൽ നോക്കിയപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നു. പിന്നെ ഞാൻ അടിക്കാൻ മൂവാക്കി വണ്ടപ്പ് തന്നെ കയറാൻ നോക്കിയത് പറ്റിയ ഞാൻ കുത്തി പിടിച്ച് അവനെ നോക്കി. പിന്നെ വേറൊരു അവനെ അടിക്കാൻ നോക്കിയത് 2 കില്ലും എനിക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടി. പിന്നെ എന്ത് ചെയ്ത് അവൻ്റെ ലൂട്ടെടുക്കാൻ വെച്ച് കുറച്ച് മുകളിലോട്ട് കയറി. അപ്പോൾ അതൊക്കെ ഇറങ്ങുന്നത് അവൻ്റെ താഴേക്ക് ഗ്രൂവുകൾ കിടക്കുന്നു. താഴേക്ക് കട്ട ഫൈറ്റിങ് ഒക്കെയാണ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാമെന്ന് വിചാരിച്ച് നോക്കിക്കളയാൻ കേസ്. എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. എനിക്ക് ദാണ്ട് ഒട്ടും കയറി ഒന്ന് അടിച്ച് അച്ചാറ് പിഴിഞ്ഞിട്ടുണ്ട് അവനെ. അങ്ങനെ അവനെ അങ്ങ് അടിച്ച് ഉറക്കി കൊടുത്ത് നമ്മൾ ഇവൻ്റെ ലൂട്ടൊക്കെ എടുക്കാൻ ഗ്രൂവാളിട്ടേക്കാൻ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പണിയുണ്ട്, ഓപ്പൺ കേസിൽ ഞാൻ ഗ്രൂവാൾ പോയിട്ടാണ് ലൂട്ടെടുക്കുന്നത്. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ കുറേ വട്ടം ഈ കണ്ടില്ലേ ഇത്രയും എനിക്ക് സ്കൈലറിൻ്റെ എബിലിറ്റി ഉണ്ടായിരുന്നു. ആ സ്കൈലറിൻ്റെ എബിലിറ്റി ഇട്ടപ്പോഴാണ്ട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അതെന്താണെന്ന് അറിയത്തില്ല കേസ്. നിങ്ങൾക്കായിരിക്കും അതെന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ട്. എനിക്കെന്താണ് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. എന്താണ് അത് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. എന്തെങ്കിലും ബഗ്ഗാണെന്ന് വരെ എനിക്ക് ഡൗട്ട് തോന്നുന്നു. ഞാൻ വിചാരിച്ചു അങ്ങോട്ട് കയറിപ്പോ അടിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, വെറുതെ എന്തിനാ കയറിപ്പോ അടിച്ച് പെട്ടെന്ന് ചാവണം. കുറച്ച് അത്യാവശ്യം വീട്ടിൽ നോക്കിക്കൊണ്ടല്ലോ, കുറച്ചും കൂടെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ്മെൻറ്റും കൊടുക്കിയിട്ട് എടുത്ത് ലാസ്റ്റ് ഓണിൽ നമുക്ക് കയറി അടിക്കാമെന്ന് വെച്ച് ഞാൻ വെയിറ്റ് ചെയ്യാണ് ഇവിടെ. നോക്കി നമ്മുടെ ടീമേറ്റ് കുറച്ച് എനിമീസൊക്കെ ഉണ്ട്. അവനാണെങ്കിൽ ആ നോക്കുന്നത് ആ ബംഗാളി കണ്ടിട്ട് ആ കയറി പോകണം ചെയ്തു. അവനാണെങ്കിൽ കയറി പോകുന്ന അവൻ ചാവാൻ വേണ്ടി തന്നെയാണെന്ന് പറഞ്ഞത് അവൻ ചത്ത്. അവൻ നോക്കായി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിനക്ക് എന്തൊക്കെ ഏതാണ്ടോ ഞാൻ വിളിച്ചു പറഞ്ഞു ഇതിനെ കയറിപ്പോലെ എന്നിട്ട്. എന്നാലും അവൻ കയറിപ്പോയി. ഞാൻ തന്നെ ഇവിടെ വെയിറ്റ് ചെയ്തൊന്ന് കളിക്കാന്ന് വിചാരിച്ച് ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുന്നുണ്ട്. നിങ്ങളെ കണ്ടെന്ന് പറഞ്ഞിടാ. പക്ഷെ ഞാൻ കണ്ടു. നിങ്ങളെ കാണാത്ത സെറ്റൊക്കെ ഞാൻ കാണില്ല. നിങ്ങൾ കാണാത്ത ആളുകളെ ഞാൻ കാണും. അതാണ് ഞാൻ. അങ്ങനെ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ റോണ്ട് പോകട്ടെ കണ്ടില്ലേ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാണാൻ പോയി. അവനെ അടിച്ച് പറ്റുന്ന ഡാമേജ് ഒന്നും കിട്ടില്ല. അതെന്താണെന്ന് എനിക്ക് നോക്കി തന്നെ എടുത്തു വെച്ചു. പിന്നെ പൊന്നി അവനാണെങ്കിൽ മറ്റേ വീഡിയോടെയാണ് ഈ നോക്കിയപ്പോൾ നമ്മുടെ ടീമേറ്റ് വേറെ ലെവലിലോട്ട് സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ടിനാണെങ്കിൽ നമ്മുടെ ടീമേറ്റ് നോക്കിയപ്പോൾ തന്നെ ജനുവരി കൊടുത്തു. ഞാൻ പെട്ടെന്ന് അടിക്കാൻ പോയിട്ട് അവനെയും നമ്മുടെ ടീമേറ്റ് അങ്ങ് നമ്മുടെ സ്കള്ളാണെങ്കിൽ വേറെ ലെവൽ കളി. അവനാണെങ്കിൽ അവനെയും തീർത്ത് മാസം അടിച്ചിട്ടുണ്ട്. നോക്കിയപ്പോൾ നമ്മുടെ സ്കള്ളാണെങ്കിൽ നോക്കി പെട്ടെന്ന് തന്നെ ഗ്യൂവാളിട്ട്
സത്യം പറഞ്ഞ ഗ്രൂവാൾ ചെയ്യാൻ വന്ന ലേറ്റാണ് ഈസ്. എന്നാൽ നെറ്റിന് കുറച്ച് ഇഷ്യൂ ഉണ്ട്. അവനാണെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ എനിക്കാണെങ്കിൽ പണി കിട്ടി. ബാക്കിൽ നിന്നാണെങ്കിൽ 2 എനിമീസ് ഈസ്. എൻ്റെ മോനെ ഞാൻ കണ്ടില്ലായിരുന്നു. പക്ഷെ പൊട്ടന്മാരാണെങ്കിൽ എന്ത് ചെയ്തു, എന്നെ കില്ല് പോലും മിസ് ചെയ്ത് അവന്മാർ എനിമീസ് പോയി. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടോട് ഒരേ അവന്മാർ വേറെ തന്നെ ഫൈറ്റ് ചെയ്യുന്നത് എന്നെ ഒന്ന് പൊക്കടാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവൻ മെഡടിച്ചിട്ട് എന്നെ പൊക്കാൻ വരുന്നു പറഞ്ഞു. ഓടി വന്നു ഇതേപോലെ കറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ 2 മാത്രമേ മലയാളം ബാക്കിയുള്ള ബംഗാളികളാണ് ഈ റാൻഡം പ്ലേസ് ആണ്. ഞാൻ അങ്ങനെ മെഡിങ് കാണിക്കാൻ അവൻ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ട് ഈ ഒരു മിഷനും വേണമെന്ന് അത് വച്ച് അഥവാ ഡാമേജ് എനിക്കറിയാം. നല്ല കുറ്റിയും കുടിച്ച് ഞാൻ ബാക്കിൽ കിട്ടിയിലും തോന്നി. അവന് മനസ്സിലായിരുന്നു തോന്നുന്നു ഞാൻ ഇവിടെ നിന്ന് അടിച്ച് ചെയ്യുന്നത്. ഒന്നുമൊക്കില്ല അവനെങ്കിലും തീർത്ത് നമ്മൾ മാസം അടിച്ചിട്ട് അവൻ്റെ മുന്നിൽ ഒരു തോന്നി. പക്ഷെ എയിമെന്താ നമുക്ക് പക്ക ന്യൂസ് ചെയ്യുന്നു. സത്യം പറയാലോ പക്ക ന്യൂസ് ചെയ്യുന്നു. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. എൻ്റെ ടീമിപ്പോൾ മൂന്നാമത്തെ വട്ടം എന്താണെന്ന് പിന്നെ നോക്കായി പിന്നെ ഞാൻ മെഡടിക്കുന്ന സമയത്ത് അവൻ്റെ ആ കേട്ട സ്കിൽ കേസ് ഒന്നുമൊക്കെ അടിച്ചവൻ ആ കേട്ട സ്കിൽ. പക്ഷെ ഇപ്പം ആ കേട്ട സ്കിൽ എന്തോ എത്തിൻ്റെ കുറച്ചെന്ന് തോന്നി. എന്ന് വെച്ചാൽ എന്താ സാധാരണ ഞാനും ആ കേട്ട സ്കിൽ കളിച്ചിട്ടുണ്ട്. സാധാരണ നല്ല ഡാമേജ് ഞാൻ നോക്കി ആ മെഷീൻ കണ്ണ് ഞാൻ കളിച്ചു. അടിപൊളി ഞാൻ ചാടുണ്ടായിരുന്നു. അറിയാതെ ഞാൻ ചാടിന് പെട്ടെന്ന് അന്ന് കൊടുത്തു. ഞാൻ പറഞ്ഞു പോയി പെട്ടെന്ന് ആ മീൻ പൊട്ടി 4 അപ്പുറത്തെ ടീമേറ്റ് കൊടുത്തു. ഇതാ കിട്ടിയില്ലല്ലോ. ഞാൻ പറഞ്ഞു പൊക്കണ്ടാക്കി പൊക്കിയോളൂ എന്ന് പറഞ്ഞു. പോയി എന്നെ കളിയെടുക്കാൻ നോക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്ത്. ഞാനാണെങ്കിൽ അവർക്ക് പറഞ്ഞു വെയിറ്റ് ചെയ്യണം, മോട്ടിവേഷൻ കൊടുത്തു. മോട്ടിവേഷൻ നമ്മുടെ ചെക്ക് അവനെ അടിച്ചിട്ട് ഇനി ഒരേ ഒരു എണ്ണി കൂടി ഞാൻ പറഞ്ഞു മെഡടിച്ച് ഇനി പതുക്കളി. അവൻ കയറി വന്ന് ഞാൻ മറ്റേ യുവാൾ പൊട്ടിക്കുന്ന സ്കില്ലെടുത്ത് ഇട്ട് കൊടുത്തിട്ട് ആ നീടുണ്ടല്ലോ ഈ യുവാൾ പൊട്ടുന്ന പച്ചപ്പേറ് അതെടുത്ത് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അവൻ്റെ യുവാളങ്ങ് പിടിച്ച് ഒറ്റ ഷോട്ട് ഹെഡ് കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്യേണ്ട ആയിസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ പയ്യനൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ തോണ്ട ഓടി വരുന്നത് അവൻ ഈ പെട്ടെന്ന് തന്നെ അവൻ ഗ്രൂവാൾ ഇട്ടുകൊണ്ട് തന്നെ ഒരു ഡാമേജ് കിട്ടുന്നില്ല. അവൻ്റെ എല്ലാം അപ്ഗ്രേഡ് വെച്ചിരിക്കുകയാണ് ചെറുക്കെ. കണ്ണെല്ലാം അപ്ഗ്രേഡ്. എൻ്റെ മോനെ മാക്സ് പോവാണ്. മറ്റേ ഈ അലീവ് എന്തോന്ന് പുതിയൊരു ഇതുണ്ടല്ലോ അത്